വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീടിന് മുമ്പിൽ തന്നെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തങ്ങളെ കാത്തിരുന്നതാവണം ഇതുവരെ. അമ്മേ, ഇതാണ് എന്റെ മോൾ നക്ഷത്ര. മോളെ, മുത്തശ്ശിയെ അറിയോ? യെസ്, എനിക്ക് എല്ലാവരെയും അറിയാം. പിന്നെ എല്ലാവർക്കും നച്ചുവിനെയും അജുവിനെയും പരിചയപ്പെടുത്തി. അകത്ത് കയറി പെട്ടെന്ന് ഫ്രഷായി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പൂജ തുടങ്ങാനുള്ള സമയമായപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നിന്നു. അപ്പു, ശിവ എവിടെ? ഞാൻ കണ്ടില്ലമ്മ, മിക്കവാറും എവിടെയെങ്കിലും മുങ്ങിയതാവും. ഏട്ടന് ഇതിലൊന്നും വിശ്വാസമില്ല ചേച്ചി. അതാ. ചേച്ചിക്കും വിശ്വാസം ഇല്ലല്ലേ? മാമൻ പറഞ്ഞു. തിരുമേനി പൂജകൾ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിന്നത്. എല്ലാവരും അങ്ങോട്ട് നോക്കി. നച്ചുവും അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടപ്പോൾ നച്ചുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തോന്നിയതാണോ എന്ന് കരുതി കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു. അല്ല, കൺമുമ്പിൽ കാണുന്നതാണ് സത്യം. ഇയാൾ ഇവിടെ എന്തിനു വന്നതായിരിക്കും? ബന്ധു ആയിരിക്കില്ലേ? അപ്പോഴാണ് എല്ലാവരും കൈകൂപ്പി വിളക്കിനെ തൊഴുതു നിൽക്കുന്നത് അജു കണ്ടത്. അവനും ഒന്നും അറിയില്ലെങ്കിലും അങ്ങനെ ചെയ്തു. എന്നാൽ നച്ചു ഒന്നും ചെയ്യാതെ ഞെട്ടി നിൽക്കുന്നത് കണ്ട് അവൻ അവളെ മെല്ലെ വിളിച്ചു. നച്ചു, നീ എന്താ ആലോചിച്ച് നിൽക്കുക? ഒന്നുമില്ല. അല്ല, നീ എന്താ കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ? കണ്ണു മിഴിച്ച് എല്ലാരെയും നോക്ക്. ഓ, പ്രാർത്ഥിച്ചതാണോ? അവളും വേഗം കൈകൂപ്പി നിന്നു. പൂജ എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരുമേനി ഒഴികെ ബാക്കി എല്ലാവരും പോയി. എല്ലാവരോടുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചു നേരം വിശ്രമിക്കാനായി അദ്ദേഹം മുറിയിലേക്ക് പോയി. നച്ചു ആരോടും ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ നേരെ മുറിയിൽ പോയി. മോളെന്താ ഭക്ഷണം കഴിക്കാതെ പോയത്? മമ്മ, ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചോളാം, നിങ്ങൾ എല്ലാവരും കഴിച്ചോ. നീ എന്താ നച്ചു ഇങ്ങനെ? ഞാൻ നിന്നോട് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വരെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറണമെന്ന്. നീ എന്നിട്ട് മുത്തശ്ശി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ഒന്നും പറയാതെ കയറി വന്നത് എന്താ? ഡി, നീ ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കുന്നുണ്ടോ? നിനക്ക് എന്താ പറ്റിയത്? നമുക്ക് പോവാ അച്ചു, പൂജ കഴിഞ്ഞല്ലോ. ഇനി നമുക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. പെട്ടെന്ന് പോവാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഞാൻ പോയാൽ നീ എന്റെ കൂടെ വരില്ലേ? നിന്റെ പ്രശ്നം എന്താണെന്ന് പറ, എന്നിട്ട് തീരുമാനിക്കാം പോകുന്ന കാര്യം. ഞാൻ അയാളെ കണ്ടു. ആരെ? അന്ന് ബാംഗ്ലൂർ വെച്ച് എന്നോട് അങ്ങനെയൊക്കെ ചെയ്ത, ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആളെ. ഇവിടെയുള്ളവരുടെ ബന്ധുവാണെന്ന് തോന്നുന്നു. പൂജ നടക്കുന്ന സമയത്താണ് വന്നത്. നമ്മൾ വന്നപ്പോഴൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് അയാൾ നിന്നെ കണ്ടില്ലേ? ഇല്ല, അയാളെ കണ്ട ഷോക്കിലാണ് ഞാൻ പെട്ടെന്ന് റൂമിലേക്ക് വന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അജു. നിന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ട് അയാൾ വെറുതെ വിട്ടു എന്നുള്ളതല്ലേ നിന്റെ ഇത്രയും ദിവസത്തെ വിഷമം? അയാളോട് നമുക്ക് പകരം വിട്ട ദയവായിട്ട് തന്ന അവസരമാണിത്. അത് വെറുതെ കളഞ്ഞിട്ട് പോവാൻ പറ്റുമോ നിനക്ക്? നമ്മൾ അയാളെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നച്ചു, തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് അയാൾ ഇവരുടെ ആരാടെന്നൊക്കെ അറിയാം. ബാക്കിയൊക്കെ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം. നിന്നെ കാണുമ്പോഴുള്ള അയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും ഒന്ന് അറിയാലോ. എന്ത്? അയാൾ ഒന്ന് ഞെട്ടും, പിന്നെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കും. എത്രയൊക്കെ മോശപ്പെട്ടവനും കുടുംബക്കാരുടെ മുന്നിൽ നല്ലവനായിരിക്കുമല്ലോ. മമ്മ, ഞങ്ങൾക്ക് ഫുഡ്. നീ എവിടെയാ നച്ചു പെട്ടെന്ന് പോയത്? കുറെ ട്രാവൽ ചെയ്തതല്ലേ മമ്മ? നല്ല തലവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. അജു, നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഇല്ല മമ്മ, ഐ ആം ഓക്കെ. വേഗം ഭക്ഷണം കഴിച്ച് രണ്ടാളും കുറച്ച് ഉറങ്ങിക്കോ. നീ തലവേദനയാണെന്ന് പറഞ്ഞത് നന്നായി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാനായിട്ട് മമ്മയും പപ്പയും ഒരിക്കലും വിഷമിപ്പിക്കില്ല. കുറച്ചു സമയം സംസാരിച്ച് രണ്ടാളും ഉറങ്ങി. ശിവേട്ട, ഏട്ടൻ പൂജ തുടങ്ങുന്നവരെ എന്താ വരാതിരുന്നത്? എനിക്ക് വയ്യ അവിടെ ഇരിക്കാൻ. പിന്നെ അമ്മയ്ക്ക് വിഷമാകേണ്ട എന്ന് കരുതിയാണ് ഞാൻ വന്നത്. നേരത്തെ വന്നിരുന്നെങ്കിൽ ചേച്ചിയെ കാണാനും പരിചയപ്പെടാനും പറ്റില്ലേ? ഏത് ചേച്ചി? മാമന്റെ മോൾ നക്ഷത്ര. ആ മുതൽ വന്നോ? ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ ഫ്രണ്ടുണ്ട്. ഏത്? മാമൻ പറഞ്ഞ ഫ്രണ്ടിന്റെ മോനോ? പിന്നല്ലാതെ ആര്? എന്നിട്ടെവിടെ? രണ്ടാളും ഭക്ഷണം കഴിച്ച് തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു. ശിവേട്ട, നിങ്ങൾക്ക് എന്നാലും ആ സുന്ദരിക്കുട്ടിയെ കിട്ടാൻ ഭാഗ്യമില്ലാതായി പോയല്ലോ. പിന്നെ ഒരു സുന്ദരി, വല്ല വെള്ളപ്പാറ്റയായിരിക്കും. പുറത്തൊക്കെ ജനിച്ചു വളർന്നതല്ലേ. കാണുന്നത് വരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മാറ്റി പറയും. എന്തേ, അത്രയ്ക്ക് അടിപൊളിയാണോ? ആണോന്നോ? ഒരു കുഞ്ഞു ബാർബി ഡോളിനെ പോലെ ഉണ്ട്. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കാണണമല്ലോ ആ പാവക്കുട്ടിയെ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുറപ്പെണ്ണിനെ കെട്ടിയാ കൊള്ളാന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാനേ അത്ര മുട്ടി നിൽക്കുവല്ല കേട്ട. പിന്നെ എനിക്ക് നല്ല നാടൻ മലയാളി കുട്ടിയെ മതി. നിന്റെ ചേച്ചി എന്തായാലും മോഡേൺ ആണെന്ന് ഉറപ്പല്ലേ? അത് ശരിയാ, വരുമ്പോ രണ്ടാളും ഒരുപോലെയുള്ള ജീൻസ് ഷർട്ടുമാണ്. പൂജയ്ക്കിരുന്നത് പോലെ ജീൻസ് ഇട്ടിട്ടാണ്. ഞാൻ വല്ലതും ആണെങ്കിൽ അമ്മ എനിക്കൊന്ന് പൊട്ടിച്ചേനെ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ നച്ചു അജു എഴുന്നേക്കുന്നത് പിന്നെ വൈകുന്നേരമായിരുന്നു. ഫ്രഷായി രണ്ടാളും താഴേക്ക് വന്നു. നമ്മ, എല്ലാരും എവിടെ? നിങ്ങളെ വിളിക്കാൻ വരികയായിരുന്നു ഞാൻ. എല്ലാവരും തിരുമേനിയുടെ മുറിയിലുണ്ട്. സീരിയസ് ആയി എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഞങ്ങൾ അങ്ങോട്ടൊന്നുമില്ല, അമ്മയ്ക്കറിയാലോ. ഐ ഡോണ്ട് ബിലീവ് ദിസ് ടൈപ്പ് ഓഫ് ഡ്രാമ. മോളെ, എല്ലാവരും അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പപ്പയ്ക്ക് വിഷമാവണ്ടല്ലോ, വെറുതെ വന്നൊന്ന് നിന്നാ മതി. അജുമോനും വാ. വാടി, നമുക്കിതൊക്കെ ഒന്ന് കണ്ടിരിക്കാലോ. മോളെ, അപ്പോ നീ പോയി ശിവയെ വിളിച്ചിട്ട് വന്നേ. ഏട്ടൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഏട്ടാ, അവിടെ എല്ലാരും വിളിക്കുന്നുണ്ട്, തിരുമേനിക്ക് എന്തോ പറയാനുണ്ടെന്ന്. എനിക്കെങ്ങും വയ്യ അവിടെ വന്ന് അതൊക്കെ കേൾക്കാൻ. നക്ഷത്ര ചേച്ചി ആ ചേട്ടനുണ്ട്, ഇപ്പൊ വന്നാ കാണാം. നീ ഇത്രയും നിർബന്ധിച്ചതല്ലേ, വന്നേക്കാം. അയ്യടാ, ഞാൻ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ, എന്നിട്ട് അത് സമ്മതിക്കാൻ എന്താ മടി? നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിട്ട് പരിചയപ്പെടാതിരുന്നാൽ മോശമല്ലേ? എല്ലാവരും വന്നല്ലോ പത്മനാഭ. ആ തിരുമേനി, തറവാട്ടിലെ എല്ലാരും തന്നെ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമാകുമോ എന്ന് എനിക്കറിയില്ല. പണ്ട് നിങ്ങളുടെ പൂർവികർ ഇവിടെയുള്ള വലിയ ജന്മികളായിരുന്നു. കുറേയധികം പാടങ്ങളും കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അടയാളന്മാരും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള കാരണവർക്ക് കുറെ ആൺമക്കൾക്ക് ശേഷം ഒരുപാട് പ്രാർത്ഥനകൾക്കൊടുവിൽ ഒരു പെൺകുട്ടി പിറന്നു. ലക്ഷ്മി ദേവിയെ പോലെയുള്ള ആ കുട്ടിയുടെ ജനനത്തോടെ തറവാട്ടിൽ കൂടുതൽ ഐശ്വര്യങ്ങളുണ്ടായി. അവരവൾക്ക് വൈകാലക്ഷ്മി എന്ന് പേരിട്ടു. എല്ലാവരും ഒരുപാട് സ്നേഹിച്ചു ഓമനിച്ചുമാണ് ലക്ഷ്മിയെ വളർത്തിയത്. തറവാട്ടിലെ കാവിലും നാഗത്തറയിലും എല്ലാം വിളക്ക് വെക്കുന്നത് ലക്ഷ്മിയായിരുന്നു. തറവാട്ടിലെ എല്ലാവരും സമ്പത്തിന്റെയും തറവാട്ട് മഹിമയുടെയും പേര് പറഞ്ഞ് അഹങ്കരിക്കുമ്പോഴും ലക്ഷ്മി അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തയായിരുന്നു. പാവപ്പെട്ട പണിക്കാരുടെ മക്കളായിരുന്നു അവൾക്ക് കളിക്കൂട്ടുകാർ. ലച്ചു, നീ എവിടെയാ? ഈ കുട്ടി ഏതു നേരവും ആ കുട്ടികളുടെ കൂടെയാണല്ലോ. ഇവിടെയുള്ള ആരെങ്കിലും കണ്ട പിന്നെ അതും മതി. എന്താ അമ്മ, എന്നെ എന്തിനാ വിളിച്ചേ? മോളെ, അമ്മ പറഞ്ഞിട്ടില്ലേ ആ കുട്ടികളുടെ കൂടെ പോകരുതെന്ന്? അച്ഛൻ വന്ന് കണ്ട വഴക്ക് പറയും. എനിക്ക് വേറെ ആരും ഇവിടെ കൂട്ടിയില്ലല്ലോ. അവർക്കൊക്കെ എന്നെ എന്ത് ഇഷ്ടാണെന്നറിയോ? നീ ഇതൊന്നും പോയി അച്ഛനോടും ഏട്ടന്മാരോടും പറയരുത് കേട്ടോ. സന്ധ്യയായില്ലേ, മോൾ പോയി കുളിച്ച് കാവി വിളക്ക് വെക്കാൻ നോക്ക്. വേഗം കുളിച്ച് ഒരു പട്ടുപാവടയും ബ്ലൗസും ഇട്ട് അവൾ കാവിലേക്ക് പോയി. എല്ലായിടത്തും വിളക്ക് തെളിയിച്ച് നാഗത്താന്മാരെ പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് തന്റെ പിന്നിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടത്. പേടി കാരണം അവൾ തിരിഞ്ഞു നോക്കാതെ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു. അയ്യേ, ഇത്രയും പേടിത്തോണ്ടിയായിരുന്നോ തറവാട്ടിലെ എല്ലാവരുടെയും ലക്ഷ്മി കുഞ്ഞ്? സംസാരം കേട്ട് കണ്ണു തുറന്നപ്പോ കണ്ടത് തന്നെ നോക്കി നിൽക്കുന്ന ഒരു പയ്യനെയാണ്. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ എവിടെയോ കണ്ടതെന്നാണോ ആലോചിക്കുന്നത്? തന്റെ പ്രിയപ്പെട്ട ചങ്ങാതി അനിതയുടെ ഏട്ടനാണ് അനന്തൻ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും ഉണ്ടാകാറുണ്ട് കൂടെ. പക്ഷെ ലക്ഷ്മി എല്ലാരോടും സംസാരിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചിട്ടില്ല, അതാ ഓർമ്മ വരാത്തത്. എന്നെ അനിതയുടെ ഏട്ടൻ ലച്ചു എന്ന് വിളിച്ചു. എനിക്കതാ ഇഷ്ടം. എങ്കിൽ ലച്ചു എന്നെ അനന്തേട്ട എന്നും വിളിച്ചു. ഈ സമയത്ത് കാവിൽ എന്തിനാ വന്നത്? പുറത്തുള്ളവരൊന്ന് കാവിൽ കയറുന്നത് അച്ഛന് ഇഷ്ടമല്ല, കണ്ടാ വഴക്ക് പറയും. ഞാൻ അതിനിവിടെ വന്നതല്ല. അച്ഛനിന്ന് തറവാട്ടിലായിരുന്നു പണി. സ്കൂൾ വിട്ട് അച്ഛനെ സഹായിക്കാൻ വന്നതാ ഞാൻ. എന്നാ പോട്ടെ, ഇനിയും വൈകിയാൽ അമ്മ അന്വേഷിക്കും എന്നെ. അനന്തേട്ടനും പൊയ്ക്കും, ഇരുട്ടായി. അനന്തനോട് യാത്ര പറഞ്ഞ് ലച്ചു വേഗം തറവാട്ടിലേക്ക് പോയി. മോളെ, എന്താ വൈകിയത്? ഞാൻ അവിടെ കാവിൽ കുറച്ചു സമയം വെറുതെ ഇരുന്നതാ. ഈ സന്ധ്യാസമയത്ത് അവിടെ അധിക സമയം നിൽക്കുന്നത് നല്ലതല്ല മോളെ. വിളക്ക് വെച്ചാൽ ഉടനെ മടങ്ങി വരണം. എന്നെ അവിടെ ആരും ഒന്നും ചെയ്യില്ല അമ്മ. നാഗങ്ങളൊന്നും എന്നെ ഉപദ്രവിക്കില്ല. ഞാനല്ലേ എന്നും അവർക്ക് വിളക്ക് വെക്കുന്നത്. പിന്നീട് സ്കൂളിൽ പോകുമ്പോഴും കൂട്ടുകാരോടൊപ്പം കളിക്കിടയിലും ഒക്കെ അനന്തനെ ലച്ചു കാണും. എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ടും തന്റെ പ്രിയ കൂട്ടുകാരുടെ ഏട്ടനായതിനാലും ലച്ചുവിന് അനന്തനോട് നല്ല അടുപ്പവും ഇഷ്ടവും ആയിരുന്നു. ഇടയ്ക്കൊക്കെ അച്ഛനെ സഹായിക്കാൻ തറവാട്ടി വരുന്ന സമയങ്ങളിൽ അനന്തനും ലച്ചുവും കാവിലിരുന്ന് കുറെ നേരം സംസാരിക്കുമായിരുന്നു. ഇടയ്ക്കെപ്പോഴും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരിഷ്ടം തോന്നി തുടങ്ങി. എന്നാൽ ലക്ഷ്മി തറവാട്ടിലെ കുട്ടിയാണെന്നും അവൾ ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടില്ലെന്ന ചിന്ത അനന്തനെ തുറന്നു പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ലക്ഷ്മിയാണെങ്കിൽ തന്റെ കൂട്ടുകാരുടെ ഏട്ടൻ തന്നെ അനീതിയെ കണ്ടതുകൊണ്ടാണ് തന്നോട് അടുപ്പം എന്നുള്ള വിശ്വാസത്തിലും ആയിരുന്നു. തുറന്നു പറഞ്ഞാൽ ഇപ്പോഴുള്ള അടുപ്പം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത രണ്ടാളെയും തുറന്നു പറയാൻ അനുവദിച്ചില്ല. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും മാറി മാറി വന്നു. ലക്ഷ്മി അനിതയും 10ാം ക്ലാസ്സും +2 കഴിഞ്ഞു. ലക്ഷ്മിക്ക് ഇപ്പോ 18 വയസ്സായി. അവൾ വളർന്നു വലുതായി എങ്കിലും ഇപ്പോഴും സ്വഭാവത്തിലൊന്നും ഒരു മാറ്റവും വന്നില്ല. പാവങ്ങളെന്നോ പണക്കാരെന്നോ ആരോടും വേർതിരിവ് കാട്ടാറില്ല. അവളുടെ ആഗ്രഹപ്രകാരം ടൗണിലെ കോളേജിൽ ചേർന്ന് പഠിക്കുകയായിരുന്നു അവൾ. ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി അപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അനന്തൻ അപ്പോഴേക്കും പഠിപ്പൊക്കെ കഴിഞ്ഞ് ടൗണിൽ തന്നെ നല്ല ജോലിയായി. അച്ഛനെയും അമ്മയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. കഷ്ടപ്പെട്ട മക്കളെ പഠിപ്പിച്ച് അവരെങ്കിലും രക്ഷപ്പെട്ട് നല്ല ജീവിതം കിട്ടും എന്നുള്ള മാതാപിതാക്കളുടെ ചിന്തയായിരുന്നു അതിന് കാരണം. ആ നാട്ടിലുള്ളവരൊക്കെ മക്കളെ കുറച്ച് പഠിപ്പിച്ച് പിന്നെ എന്തെങ്കിലും ജോലിക്ക് അയച്ചപ്പോഴും ഇവർ മാത്രം മക്കളെ നല്ലോണം പഠിപ്പിച്ചു. അനിയത്തിയെ കൊണ്ടുവിടാൻ കോളേജ് വരുമ്പോഴൊക്കെ അനന്തനും ലക്ഷ്മിയും പരസ്പരം കാണുമായിരുന്നു. അപ്പോഴേക്കും തുറന്നു പറയാതെ രണ്ടാളുടെ ഉള്ളിലെ സ്നേഹം വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരുന്നു. തനിക്ക് നല്ലൊരു ജോലിയൊക്കെ ആയതുകൊണ്ട് ഇനി ലക്ഷ്മിയെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആരും എതിർക്കില്ലെന്ന് അനന്തന് തോന്നി തുടങ്ങിയിരുന്നു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അനന്തൻ ലക്ഷ്മിയോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ലച്ചുവിന് തന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടില്ലെന്ന് കരുതി താൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച തന്റെ പ്രണയം തനിക്ക് സ്വന്തമായിരിക്കുന്നു. തനിക്കുണ്ടായിരുന്ന ഇഷ്ടവും തുറന്നു പറയാത്തതിനുള്ള കാരണവും ലക്ഷ്മി അനന്തനോട് പറഞ്ഞു. രണ്ടുപേർക്കും എല്ലാത്തിനും കൂട്ടായി അനിതയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും പ്രണയം ആരും അറിയാതെ അവർ രഹസ്യമായി കൊണ്ടു നടന്നു.
എത്രയൊക്കെ നല്ല ജോലി ഉണ്ടെങ്കിലും തറവാട്ടിലെ ഒരു പണിക്കാരന്റെ മകനെ കൊണ്ട് തന്നെ അവർ വിവാഹം കഴിപ്പിക്കില്ലെന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു. തങ്ങളുടെ പ്രണയം വീട്ടിലറിഞ്ഞ അനന്തനെ ഉപദ്രവിക്കാൻ ഏട്ടന്മാരും അച്ഛനും മടിക്കില്ലെന്ന പേടി കാരണം ആരും ഈ ബന്ധം അറിയാതിരിക്കാൻ ലക്ഷ്മി നന്നായി ശ്രദ്ധിച്ചു. ആരും അറിയാതെ അവർ രണ്ടുപേരും അനന്തയുടെ സഹായത്തോടെ ഇടയ്ക്കൊക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്യും. ഇടയ്ക്കൊക്കെ അനന്തൻ കാവ്യ വിളക്ക് വെക്കാനുള്ള സമയത്ത് വരും. അവിടെ അവർക്ക് ആരെയും പേടിക്കാനില്ലായിരുന്നു. ലച്ചുവിനെയും അവളുടെ പ്രണയത്തെയും നാഗത്താന്മാർക്ക് അറിയാം എന്നുള്ളതായിരുന്നു അതിന് കാരണം. ഇന്ന് അനന്തേട്ടൻ വരുമെന്ന് ഉറപ്പാണ്. സാരി ഉടുത്ത് എന്നെ കാണുമ്പോൾ എന്തായാലും ഞെട്ടും. കുളിച്ച് ഈറനോടെ മുടി അഴിച്ചിട്ട് സെറ്റ് സാരി ഉടുത്ത് കണ്ണുകൾ നീട്ടി എഴുതി നെറ്റിയിൽ കുറിയും തൊട്ട് കത്തിച്ചു വെച്ച വിളക്കോടെ ലച്ചു കാവിലേക്ക് നടന്നു. എല്ലായിടത്തും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. എന്തേ വന്നില്ലേ? പെട്ടെന്നാണ് ആരോ പിറകെ കൂടി വന്ന് കണ്ണുകൾ പൊത്തിയത്. അനന്തേട്ടാ, എന്താ വൈകിയത്? ഇന്ന് ലച്ചു നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ആദ്യമായിട്ടാ ഞാൻ സാരി ഉടുത്തത്. തന്നെ ചേർത്ത് പിടിച്ച അനന്തനെ കളിയാക്കി തള്ളി മാറ്റി ലച്ചു മുന്നിലേക്ക് ഓടി. ലച്ചു, അവിടെ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് അനന്തൻ അവളുടെ പിറകെ ഓടി. തിരിഞ്ഞ് അനന്തനെ നോക്കുന്നതിനിടെ മരത്തിന്റെ വേര് തട്ടി അവൾ മുമ്പോട്ട് വീണു. എന്നാൽ നിലത്തേക്ക് വീഴുന്നതിന് മുമ്പ് അനന്തൻ കൈയിൽ പിടിച്ച് ശക്തിയോടെ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും നിലത്തേക്ക് വീണു. കണ്ണുകൾ തമ്മിൽ നോട്ടയടഞ്ഞപ്പോൾ കുറച്ചു സമയത്തേക്ക് എല്ലാം മറന്ന് രണ്ടുപേരും അവർ മാത്രമുള്ള ഒരു ലോകത്തായിരുന്നു. ലച്ചു എന്നുള്ള വിളിയോടെ അനന്തൻ ലച്ചുവിന്റെ ചുണ്ടുകളെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. മെല്ലെ മെല്ലെ അവളെ അവന്റെ ചുണ്ടുകളെ തഴുകി ഉണർത്തി. എല്ലാം മറന്നുകൊണ്ട് തന്റെ സ്നേഹം മുഴുവൻ ചുംബനത്തായി പകർന്നു കൊടുക്കുകയായിരുന്നു. ചുണ്ടുകളും പല്ലുകളും കടന്ന് ചുംബനം നാവിലേക്ക് എത്തിയപ്പോൾ ലച്ചു പെട്ടെന്നുണ്ടായ തോന്നലിൽ അനന്തനെ തള്ളി മാറ്റി. രണ്ടുപേരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. പരസ്പരം നോക്കാനുള്ള നാണം കാരണം ലച്ചു പെട്ടെന്ന് കാവിൽ നിന്ന് വീട്ടിലേക്ക് ഓടി. അങ്ങനെ ലക്ഷ്മി അനന്തയും ഡിഗ്രി ഫൈനലായി. വീട്ടിലെ ഏട്ടന്മാർക്കും അച്ഛനും ഒക്കെ ലക്ഷ്മിയെ കഴിഞ്ഞ് മറ്റെന്തുള്ളൂ. അവളുടെ ഇഷ്ടങ്ങളാണ് ആ വീട്ടിൽ. ഏട്ടന്മാർ എല്ലാവരും അവളേക്കാൾ ഒരുപാട് മുതിർന്നവരായതുകൊണ്ട് തന്നെ എല്ലാവരും വിവാഹം കഴിഞ്ഞ് കുടുംബമായിരുന്നു. മോളെ ലച്ചു, അച്ഛന് മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛ? മോൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്. നിന്റെ ഏട്ടന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നാണ്. ചെക്കന് നല്ല പഠിപ്പും ജോലിയും ഉണ്ട്. നമ്മുടേതുപോലെ നല്ല തറവാട്ടുകാരുമാണ്. അവരോട് കാണാൻ വരാൻ പറയട്ടെ. അത് പിന്നെ അച്ഛ, എന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് പോരെ? എന്നാൽ ഞാൻ അവരോട് അങ്ങനെ പറയാം. എങ്കിൽ പെണ്ണു കാണലും വിവാഹവും ഒക്കെ പരീക്ഷ കഴിഞ്ഞ് സമാധാനത്തിൽ നടത്താം. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യകം പറയാനുണ്ടാകുമെന്ന് വിചാരിച്ചതേ ഇല്ലല്ലോ. അനന്തേട്ടന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ആരും സമ്മതിക്കാൻ പോണില്ല. പരീക്ഷ കഴിയുമ്പോഴേക്കും എന്തേലും ഒരു മാർഗം കണ്ടുപിടിക്കാം. പിന്നീട് അങ്ങോട്ട് പരീക്ഷയുടെ പഠിപ്പും മറ്റുമായ അനന്തേട്ടനെ കാണാനേ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് പറയാമെന്ന് കരുതിയപ്പോൾ ജോലിയുടെ ആവശ്യമായി കുറച്ചു ദിവസം എവിടേക്ക് പോകേണ്ടതായി വന്നു. വന്നാൽ ഉടനെ എല്ലാം പറഞ്ഞ് ഒരു തീരുമാനം എടുക്കുക എന്നുള്ള സമാധാനത്തിലിരുന്നു. അനന്തേട്ടൻ വന്നാൽ ഉടനെ തന്നെ അറിയിക്കണമെന്നും അനന്തയെ പറഞ്ഞേൽപ്പിച്ചു. അവസാന പരീക്ഷയും കഴിഞ്ഞ് ലക്ഷ്മി തറവാട്ടിലേക്ക് വന്നു. മോളെ, പരീക്ഷയെല്ലാം കഴിഞ്ഞില്ലേ? അവരിന്നലെ വിളിച്ചപ്പോൾ ഞാൻ നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ. മോൾ അന്നേ പറഞ്ഞതല്ലേ പരീക്ഷ കഴിഞ്ഞ് നടത്താമെന്ന്. എന്തേ നിനക്കിപ്പോ ഒരു സമ്മതക്കുറവ്? അതൊന്നും ഇല്ല അച്ഛാ. പെട്ടെന്ന് കേട്ടപ്പോ ഒരു പേടി. എല്ലാരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, പേടിക്കാൻ ഒന്നുമില്ല. മോൾ പോയി ഉറങ്ങാൻ നോക്ക്. എത്രയൊക്കെ സ്നേഹവും ഇഷ്ടവും ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനെ എതിർത്ത് എന്തെങ്കിലും പറയുന്നത് തീരെ ഇഷ്ടമല്ല. ഇനി ഒന്നും ചെയ്യാനില്ല. അവര് നാളെ വന്ന് പോവട്ടെ. ചെക്കനും കുടുംബക്കാരും ഒക്കെ വന്ന് കണ്ടുപോയി. ഇവരെല്ലാം ആദ്യമേ തീരുമാനിച്ചു വെച്ചതായിരുന്നു. എന്നിട്ട് വെറുതെ ഒരു പെണ്ണു കാണലെന്ന് ചടങ്ങ് നടത്തി. അടുത്ത മാസം അവസാനം വിവാഹം ഉറപ്പിച്ചിട്ടാണ് പെണ്ണു കാണാൻ വന്നവർ മടങ്ങിയത്. അനന്തേട്ട എന്താ ഇതുവരെ വരാത്തത്? ഇവിടെ നിന്നാണെങ്കിൽ പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല. വെറുതെ എവിടെയും പോവാൻ അച്ഛൻ എന്തായാലും സമ്മതിക്കില്ല. എന്തേലും കള്ളം പറഞ്ഞ് നാളെ ഒന്ന് അവിടെ വരെ പോവാം. അച്ഛാ, എനിക്ക് നാളെ കോളേജിലൊന്ന് പോണം. എന്തിന്? എല്ലാം കഴിഞ്ഞിട്ടല്ലേ നീ വന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങണം, അതിനാണ്. പോയിട്ട് പെട്ടെന്ന് വരണം. കല്യാണം ഉറപ്പിച്ചതാണ്, വെറുതെ എവിടെയും പോകരുത്. രാവിലെ എഴുന്നേറ്റ് വേഗം തന്നെ റെഡിയായി കോളേജിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങി. നേരെ അനന്തേട്ടന്റെ വീട്ടിലേക്ക് പോയി. ലച്ചു, നീ എങ്ങനെയാ വന്നത്? അനിതേ, അനന്തേട്ട എവിടെ? ഇതുവരെ വന്നില്ലേ? കുറച്ച് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു, അതാ. നീ അകത്തേക്ക് വാ. ലച്ചു, ഞാൻ പനിയൊന്ന് കുറഞ്ഞ നിന്നെ കാണാൻ വരില്ലേ? വെറുതെ ഇങ്ങോട്ട് വന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടാക്കണോ? എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നു, അതാ. ഇതുവരെയുള്ള കല്യാണക്കാരി എല്ലാം പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ വീട്ടിൽ വന്ന് ഒന്ന് നിന്റെ അച്ഛനോട് സംസാരിച്ചാലോ? എനിക്കറിയുന്ന പോലെ അവര് നിങ്ങൾക്കൊന്നും അറിയില്ല, അതാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. തറവാടിന്റെ പേരും പെരുമയും കളയുന്ന ഒന്നിനും അവര് സമ്മതിക്കില്ല. നമുക്ക് ഈ നാട്ടിൽ നിന്നും എവിടേക്കെങ്കിലും പോയാലോ? കുറച്ചു നാൾ കഴിഞ്ഞ് എല്ലാം ഒന്ന് ശരിയാകുമ്പോൾ തിരിച്ചു വരാം. അച്ഛനും അമ്മയും അനിതയും നമ്മുടെ കൂടെ വന്നാൽ പിന്നെ പേടിക്കണ്ടല്ലോ. ഏട്ടന്മാരും അച്ഛനും ഒന്നും അത്രയ്ക്ക് ദുഷ്ടത്തരമൊന്നും ചെയ്യില്ല. എന്നാലും നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാട് വിട്ട് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞുറപ്പിച്ച് ലക്ഷ്മി തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നാൽ തങ്ങളുടെ അവസാന കൂടിക്കാഴ്ചയാണ് അതെന്ന് അവൾ അറിഞ്ഞതേയില്ല. വീട്ടിലെത്തി ആർക്കും ഒരു സംശയത്തിന് അവസരം കൊടുക്കാതെ സാധാരണ പോലെ തന്നെ പെരുമാറി.
എന്നും സന്ധ്യയ്ക്ക് കുളിച്ച് കാവിലും നാഗത്തറയിലും വിളക്ക് വെച്ച് അവിടെ ഇരുന്ന് തന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നത് ലക്ഷ്മിക്ക് ഒരു ശീലമാണ്. ഞാൻ ഇനി കുറച്ചു ദിവസം കൂടിയേ ഇവിടെ വിളക്ക് വെക്കാൻ വരുള്ളൂ. ഞാൻ എന്റെ അനന്തേട്ടന്റെ കൂടെ പോവുകയാണ്. ഇവിടെ നിന്ന് എന്തായാലും ആരും ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് നിങ്ങൾക്കറിയാലോ. എന്നെ അനന്തേട്ടനെ ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കാൻ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം. എല്ലാ ആപത്തുകളിൽ നിന്നും എന്റെ അനന്തേട്ടനെ രക്ഷിക്കണേ നാഗത്താന്മാരെ. എനിക്ക് വിശ്വാസമുണ്ട്, എന്നും വിളക്ക് വെച്ച് തൊഴുത് നിങ്ങൾക്ക് പാൽ തരുന്ന എന്റെ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുമെന്ന്. അവളുടെ പ്രാർത്ഥന കേട്ടെങ്കിലും അനുഗ്രഹിക്കാൻ മാത്രം അവർക്ക് കഴിഞ്ഞില്ല. ഭൂമിയിൽ ഓരോ മനുഷ്യനും അവന്റെ ആയുസ് എത്തുന്നത് വരെ മാത്രമേ ജീവിതമുള്ളൂ. ചിലപ്പോൾ ദൈവങ്ങൾക്ക് പോലും അതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. എന്നോ എഴുതപ്പെട്ട അനന്തന്റെ ആയുസ് തീരാറായിരിക്കുന്നു എന്ന സത്യം പക്ഷെ ലക്ഷ്മി അറിഞ്ഞില്ല. അവളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാനും അവർക്ക് കഴിയില്ലല്ലോ. ഇനിയൊരു ജന്മത്തിൽ ലക്ഷ്മിക്ക് അവന്റെ അനന്തന്റെ പാതിയായി ദീർഘകാലം ജീവിക്കാൻ കഴിയട്ടെ എന്ന് അവർ അവളെ അനുഗ്രഹിച്ചു. ഇതൊന്നും അറിയാതെ തനിക്ക് പറയാനുള്ളതെല്ലാം നാഗത്താന്മാരോട് പറഞ്ഞ സന്തോഷത്തിൽ അവൾ വീട്ടിലേക്ക് പോയി. തറവാട്ടിൽ എല്ലാവരും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെ പിന്നീട് തിരക്കിലായി. തറവാട്ടിലെ ഒരേ ഒരു പെൺതരി തങ്ങളുടെ എല്ലാ പൊന്നോമനയുമായ പെങ്ങളുടെ കല്യാണം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏട്ടന്മാർ. ഞാൻ എല്ലാവരും ചതിക്കുകയാണല്ലോ ദൈവമേ. എല്ലാം അറിയുമ്പോൾ ഇവർ എന്നെ വെറുക്കില്ലേ? എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലായിരിക്കും. പക്ഷെ അനന്തേട്ടനെ മറന്നൊരു ജീവിതം ഈ ജന്മം ലക്ഷ്മിക്ക് പറ്റില്ല. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തറവാട് ലക്ഷ്മിയുടെ വിവാഹത്തിനായി തയ്യാറായി. ലക്ഷ്മിക്ക് മാത്രം യാതൊരു സമാധാനവും ഇല്ലായിരുന്നു. ഇനി വെറും 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ താൻ ഇവിടെ നിന്ന് ഉറങ്ങും. പിന്നീട് ഒരു തിരിച്ചുവരവ് ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെ ലക്ഷ്മി കാത്തിരുന്ന ദിവസം വന്നെത്തി. ഇന്ന് രാത്രി അനന്തേട്ടൻ വണ്ടിയുമായി വരും. എങ്ങനെയെങ്കിലും ആരും അറിയാതെ ഇറങ്ങിപ്പോകണം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുന്നത് വരെ കാത്തിരുന്നു. വിവാഹത്തിന്റെ ദിവസം അടുത്തതായതുകൊണ്ട് ഇപ്പോഴേ തറവാട്ടിൽ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ലക്ഷ്മി മെല്ലെ വീട്ടിൽ നിന്നും ഇറങ്ങി. പോകും വഴി കാവിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചു. കാത്തോളിനെ നകത്താന്മാരെ. കുറെ അധികം അവരെ കാത്തു വഴിവെക്കി നിന്നെങ്കിലും ആരും വന്നില്ല. തന്നെ ഒരിക്കലും ചതിക്കാൻ അനന്തേട്ടന് കഴിയില്ല. ഇനി അവർക്കെന്തെങ്കിലും അപകടം? അനന്തേട്ട ഇല്ലാത്ത ലോകത്ത് ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. നേരം വെളുക്കാറായി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ എല്ലാവരും ഉണരാറായി. തിരിച്ചു പോയേ പറ്റൂ. മെല്ലെ നടന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി. രാത്രി ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് നേരം വൈകി എഴുന്നേക്കാൻ. വേഗം കുളിച്ച് അടുക്കളയിലേക്ക് വരികയായിരുന്നു. എന്നാലും വല്ലാത്തൊരു വിധിയായിപ്പോയി അല്ലേ അമ്മ അവരുടെ. അനന്തൻ എന്റെ കൂടെ പഠിച്ചതാണ്. ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോകും. എന്താ അനന്തേട്ടന് പറ്റിയത്? ആരോട് ചോദിക്കും? എന്തെങ്കിലും സംശയം തോന്നിയാലോ? മോനെ, ലക്ഷ്മി മോളോട് പറയണ്ടേ? ആ കുട്ടി അനിത മോളുടെ കൂട്ടുകാരിയല്ലേ? വേണ്ടമ്മേ, ഈ വിവാഹ ദിവസം അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ട അവൾക്ക് വിഷമമാകും. കുറച്ചു ദിവസം കഴിഞ്ഞു പറയാം. എന്നാലും മോനെ, അവരുടെ കുടുംബത്തിലെ എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ ബാക്കിയൊന്നും കേൾക്കാനുള്ള ബോധം ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നില്ല. തന്റെ തലയിൽ ആരോ ശക്തമായി അടിച്ചതുപോലെ കുറച്ചു സമയത്തേക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. തന്റെ അനന്തേട്ടൻ തന്നെ തനിച്ചാക്കി ഈ ലോകത്തു നിന്നും പോയിരിക്കുന്നു. ഇനി ഞാൻ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ജീവിക്കണം? ആരെയും നോക്കാതെ അവൾ കാവിലേക്ക് ഓടി.